ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ, ഒരു രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി അടർത്തിയെടുത്തതാണ്. ചിരകാൻ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ, ഒരു 10-12 ചെമ്പരത്തിപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ എത്ര കിട്ടുമോ അത്ര ചെമ്പരത്തിപ്പൂ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ദേ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് അടർത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മുടെ തലയിലെ ചൊറിച്ചിലും കുരുക്കളും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, താരനായാലും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നല്ല ഒരു സംഭവമാണ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചിയൊക്കെ നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. തേങ്ങയും നമ്മുടെ വീട്ടിലുണ്ടാകും. അതുപോലെ ചെമ്പരത്തിപ്പൂവും നമുക്ക് പറമ്പിലും വീടുകളിലും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയും 3 സാധനങ്ങളാണ് നമുക്കിപ്പോൾ എടുക്കുന്നത്. ഈ 3 സാധനങ്ങളും ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ കഴിയുന്നു. ഇത്രയേ ഉള്ളൂ. ഈ 3 സാധനങ്ങൾ മാത്രം മതി. ഇത് നന്നായിട്ട് അരച്ച് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കാതെ നമ്മൾ ഒരു പാക്കും തലയിൽ യൂസ് ചെയ്യാൻ പാടില്ല. താരൻ്റെ പ്രശ്നങ്ങളൊക്കെ അധികമാവാന്നല്ലാണ്ട് ഒരു മാറ്റവും നമുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ പൊടികളും ഒക്കെ തലയിൽ പറ്റി പിടിച്ചിട്ട് അധികം താരനും ചൊറിച്ചിലൊക്കെ വരാന്നല്ലാണ്ട് ഒരു മാറ്റവും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അരിച്ചൊക്കെ എടുത്തു. മോളുടെ തലയിൽ ചിക്കൊക്കെ മാറ്റി നന്നായിട്ട് ചീകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ തേക്കുന്നത് പോലെ തന്നെ ഒരല്പം എണ്ണ തലയിൽ തേച്ച് കൊടുക്കാം. ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് മാത്രം ഇത്തിരി എണ്ണ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് തേച്ച് കൊടുത്തിട്ട് സാധാരണ എന്ത് പാക്ക് നമ്മൾ തേക്കുന്നതിന് മുന്നേ ഇത്തിരി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്നാലും ഒരിക്കൽ കൂടിയേ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ പാക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് തേച്ച് കൊടുക്കാം. അത് എല്ലാ ഭാഗത്തും, തലയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കണേ. നന്നായിട്ടൊരു മസാജിങ്ങൊക്കെ കൊടുക്കുക. എല്ലാ ഭാഗത്തും തലയിൽ ഓരോ മുടിയുടെ ഉള്ളിലേക്കും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. മുടിയിലേക്ക് തേക്കണമെന്നില്ല, തലയോട്ടിൽ തേച്ച് കൊടുത്താൽ മതി. ഇനി അധികം ഉണ്ടെങ്കിൽ മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് നിൽക്കാൻ പറ്റുന്നവർ ഇത് തേച്ച് നിൽക്കുക. അല്ലാത്തവർ ഒരു 10 മിനിറ്റോളം നിന്നിട്ട് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.